ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു നിങ്ങൾ എക്സാമ്പിൾ 2.7 ഒന്ന് ചെയ്ത് കാണിക്കുക. അതുകൊണ്ട് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ടു ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി ആർ 500 ന്യൂട്ടൺ ആൻഡ് 1000 ന്യൂട്ടൺ ആർ ഷോൺ ഇൻ ദി ഫിഗർ. അപ്പോൾ രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 500 ന്യൂട്ടനും 1000 ന്യൂട്ടനും ആക്ട് ചെയ്യുന്നുണ്ട്. 500 ന്യൂട്ടൺ 30 ഡിഗ്രി മേക്ക് ചെയ്യുന്നു, അതുപോലെ 1000 ന്യൂട്ടൺ 30 ഡിഗ്രി ഇവിടെ നിന്ന് മേക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമൈൻ ദി തേർഡ് ഫോഴ്സ് സച്ച് ദാറ്റ് റിസൾട്ടന്റ് ഓഫ് ഓൾ ത്രീ ഫോഴ്സസ് ഈസ് 1000. അങ്ങനെയാണെങ്കിൽ ഒരു മൂന്നാമത്തെ ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ട്, അത് നമുക്കറിയില്ല. ഈ മൂന്ന് ഫോഴ്സുകളും കൂടി 1000ഉം 500ഉം ഒരു അൺനോൺ ഫോഴ്സ് എഫും അങ്ങനെ ചേർന്ന് വരുമ്പോൾ ഈ റിസൾട്ടന്റ് ഉണ്ടാകുന്നുണ്ട്. അത് 45 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് അസ്യൂം ചെയ്യാം ഇതുപോലെ ഒരു ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എഫിന്റെ ഡയറക്ഷൻ. നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, നമുക്കറിയില്ല ഇതാവാം എഫിന്റെ ഡയറക്ഷൻ, ഇതാവാതിരിക്കാം. ഓക്കെ, അത് നമുക്കൊരു കാര്യം ചെയ്യാം, തീറ്റ ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട് എക്സ് ആക്സിസ് കൂടെ അസ്യൂം ചെയ്യാം. നമ്മൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസറിൽ നെഗറ്റീവ് ഒക്കെ വരും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പൊ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, വേണമെങ്കിൽ ഓരോ ഫോഴ്സസ് ആയിട്ട് ഒന്നുകൂടെ റിസോൾവ് ചെയ്ത് കാണിക്കാം. അപ്പൊ ഇതെല്ലാം നമുക്ക് റിസോൾവ് ചെയ്യണം, കാരണം എല്ലാ ഫോഴ്സസിന്റെ എക്സിലും വൈയിലും ഉള്ള കമ്പോണന്റ് കണ്ടുപിടിക്കണം. ഒന്നുകൂടെ എന്ത് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ എടുക്കുന്ന ആക്സിസ് ഇതാണ്, എക്സും വൈ എടുക്കുന്നത്. ഈ ഡയറക്ഷൻ എക്സ് ആയിട്ട് എടുക്കുന്നു, ഇത് നിങ്ങൾ വൈ ആയിട്ട് എടുക്കുന്നു. ഇതാണ് നമ്മുടെ ഈ ഫിഗറിലും അങ്ങനെ തന്നെയാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഫസ്റ്റ് 500ന്റെ നോക്കാം. 500 പറഞ്ഞിരിക്കുന്നത് ഒരു 500 ഫോഴ്സ് ഉണ്ട്, ആക്ട് ചെയ്യുന്നു. അത് എത്ര ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നത്? ഒരു 30 ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നത് ഈ ആക്സിസ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ കിടക്കുന്ന എക്സിൽ എന്തായിരിക്കും? 500 500 കോസ് തീറ്റ ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? 500 സൈൻ തീറ്റ ആയിരിക്കും, സൈൻ 31. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത 1000 നോക്കാം. 1000 കേസിൽ നമുക്ക് വരയ്ക്കാം എക്സ് 1000 ഇങ്ങനെയാണ് പോകുന്നത്. അത് എത്ര ആംഗിളാണ് മേക്ക് ചെയ്യുന്നത്? ഇവിടെ 30 ഡിഗ്രീസ് ആണ് ഇവിടെ മേക്ക് ചെയ്യുന്നത്. 30 ഡിഗ്രി 1000 ന്യൂട്ടൺ ആണ്. ഓക്കെ, നിങ്ങൾക്കറിയാം ഈ ആംഗിൾ 30 ആയതുകൊണ്ട് 30യുടെ അടുത്ത് കിടക്കുന്ന ഈ കമ്പോണന്റ് കോസ് കമ്പോണന്റ്, 1000 കോസ് 30. ഓപ്പോസിറ്റ് കിടക്കുന്ന കമ്പോണന്റ് സൈൻ കമ്പോണന്റ്, 1000 സൈൻ 30. Okay, now we go for our third force F. Okay, so third force F. We are assuming that it makes an angle theta. This is our just imagination. We don't know whether it is acting in this quadrant or not. Okay, ഈ ക്വാഡ്രന്റ് ആണ് ആക്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. ഇത് വെച്ചിട്ട് നമുക്ക് എഴുതാം ഇവിടെ എഫ് സൈൻ തീറ്റ, ഇത് എഫ് സോറി തീറ്റ ഇത് എഫ് കോസ് തീറ്റ, ഇത് എഫ് സൈൻ തീറ്റ. ഓക്കെ, ഇത് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 3 ഫോഴ്സസിനെ കിട്ടി. ഇത് നമ്മുടെ റിസൾട്ടന്റ് ഉണ്ട്. അപ്പോൾ റിസൾട്ടന്റ് എന്ത് ചെയ്യാം? നമുക്ക് 2
ഇതാണ് ചെയ്യാം. റിസൾട്ടിനെ കൂടെ റിസോൾവ് ചെയ്ത് വെക്കാം. റിസൾട്ടന്റ് 1000 ആണ്. So our resultant R equal to 1000 Newton, and it is making an angle 45 degree with the x-axis. Okay, now so this component will be 1000 cos 45, and this will be 1000 sin 45. Okay, now നമുക്കറിയാം ഈ റിസൾട്ടന്റ് ആറാണ്. ഈ റിസൾട്ടന്റ് ഈ കമ്പോണന്റ് എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ സിഗ്മ എഫ് എക്സ്. ഓക്കെ, അപ്പൊ സിഗ്മ എഫ് എക്സ് ആണ് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സിഗ്മ എഫ് വൈ ആയിരിക്കും. ഓക്കെ, അപ്പൊ സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അപ്പൊ നമുക്ക് റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്തു. ഇനിയിപ്പോ എല്ലാം കൂടെ നമുക്ക് ജസ്റ്റ് ആഡപ്പ് ചെയ്താൽ മതി. ഒരു ഇക്വേഷന്റെ ഫോമിലാക്കിയാൽ മതി. ജസ്റ്റ് ഓക്കെ, നമുക്ക് ആദ്യം സിഗ്മ എഫ് എക്സിന്റെ ഡയറക്ഷനുള്ള എല്ലാം കൂടെ ആഡ് ചെയ്യാം. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഏതൊക്കെ കമ്പോണന്റ് എടുക്കണം? നമുക്ക് ഇത് എടുക്കേണ്ടി വരും അല്ലെ, 500 cos 30. ഇത് ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇത് 1000 sin 30, അതും ആ ഡയറക്ഷനിലാണ്. എക്സ് എഫ് കോസ് തീറ്റ നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഈ ഡയറക്ഷനിലാണ്. സിഗ്മ എഫ് എക്സ് അത് സിഗ്മ എഫ് എക്സ് ആണ് ഈ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സിഗ്മ എഫ് എക്സ്, ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള നമുക്ക് നോട്ട് ചെയ്തെടുക്കാം. അതായത് 500 cos 30 പ്ലസ് 1000 sin 30 പ്ലസ് എഫ് കോസ് തീറ്റ. ഓക്കെ, നമുക്ക് ഈ സിഗ്മ എഫ് എക്സിന്റെ അവിടെ നമുക്ക് 1000 cos 45 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈക്വൽ ടു 500 cos 30 പ്ലസ് 1000 sin 30 പ്ലസ് എഫ് കോസ് തീറ്റ. ഓക്കെ, പിന്നെ ഇപ്പൊ ഇതിൻ്റെയൊക്കെ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഫൈനലി കിട്ടും എഫ് കോസ് തീറ്റ ഈക്വൽ ടു -225.9 ന്യൂട്ടൺ എന്ന് നമുക്ക് കിട്ടും. ഇതിൻ്റെ അടുത്ത് ഇപ്പം നെഗറ്റീവ് വാല്യൂ വന്നു. അപ്പം നമ്മൾ അസ്യൂം ചെയ്ത എഫിന് എവിടോ ഡയറക്ഷൻ തെറ്റിയിട്ടുണ്ടെന്നാണ്. അത് നമുക്കിപ്പം നോക്കാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് സിഗ്മ എഫ് വൈ നോക്കാം. അപ്പൊ ഇത് നമുക്ക് ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. ഇനി സിഗ്മ എഫ് വൈ നമുക്ക് നോക്കാം. സിഗ്മ എഫ് വൈ എന്ന് പറയുമ്പോൾ വൈ ഡയറക്ഷനിൽ വരുന്ന ഏതൊക്കെയാണ് നമുക്കൊന്നത് നോക്കാം. വൈ ഡയറക്ഷനിൽ വരുന്നത് നമ്മുടെ 3 ഫോഴ്സസിൽ 500ന്റെ ഇത് വരുന്നുണ്ട്. 500 sin 30 പോസിറ്റീവ് മുകളിലേക്ക് പോകുന്നുണ്ട്. 1000 cos 30 പോകുന്നുണ്ട്. എഫ് sin തീറ്റ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 500 sin 30 plus 1000 cos 30 plus f sin theta. ഓക്കെ, നമുക്ക് സിഗ്മ എഫ് ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 1000 എന്താണ് sin 45 ഈക്വൽ ടു
500 sin 30 plus 1000 cos 30 plus f sin theta. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ f sin theta equal to minus 408.9 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, ഇവിടെ നെഗറ്റീവ് സിമ്പിൾ ആണ് വന്നത്. അപ്പൊ നമുക്കൊന്ന് ഉറപ്പിക്കാം, ഇത് നമ്മുടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ നമ്മൾ അസ്യൂം ചെയ്തത് മിക്കവാറും നിങ്ങൾ പണ്ട് നമ്മുടെ ടെക്നോമെട്രി പഠിച്ച പോലെ തന്നെയാണ്. നമ്മൾ ഇവിടെയാണ് ഇത് അസ്യൂം ചെയ്തിരുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ഒരു ഫോഴ്സ് എഫ് നമ്മൾ അസ്യൂം ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് കിട്ടിയത് രണ്ട് നെഗറ്റീവ് ആണ്. മിക്കവാറും ഫോഴ്സ് നെഗറ്റീവ് തന്നെ വരും ആൻസർ. അതിന്റെ അർത്ഥം ഇവിടെ ഇതാണ് നമ്മുടെ എന്താ എക്സ്, നമ്മുടെ വൈ. അങ്ങനെ വരുമ്പോ ഈ എഫ് രണ്ട് പോസിറ്റീവ് ആയിരുന്നു കിട്ടിയെന്ന് വിചാരിക്കാം. നമുക്ക് ഇവിടെ രണ്ട് വശത്തും നമുക്ക് പോസിറ്റീവ് ആയിരുന്നു കിട്ടിയതെങ്കിൽ, ഇത് രണ്ടും ഇതും പോസിറ്റീവ് ഇതും പോസിറ്റീവ് ആയിരുന്നെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് ഇത് ഈ ക്വാഡ്രന്റിലായിരുന്നു വന്നത്, ഫസ്റ്റ് ക്വാഡ്രന്റിൽ. നമ്മുടെ പണ്ട് പഠിച്ച പോലെ തന്നെ സൈൻ തീറ്റ. അപ്പൊ ഇവിടെ വരികയാണെങ്കിൽ എന്താ അതിന്റെ മീനിങ്? ഇവിടെ വരികയാണെങ്കിൽ എക്സ് എഫ് എക്സ് എന്തായിരിക്കും നെഗറ്റീവ്, എഫ് വൈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ സിഗ്മ രണ്ടും നെഗറ്റീവ് വരും. ഇവിടെ എക്സ് പോസിറ്റീവ് വരും, വൈ നെഗറ്റീവ് വരും. ഒന്ന് എഴുതി വെച്ചേക്കാൻ നിൽക്കും, വേറെ ഒരു പ്രോബ്ലത്തിലും വരണ്ട. ഇത് സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും എന്തായിരിക്കും, രണ്ടും പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ വരുമ്പോൾ സിഗ്മ എഫ് വൈ പോസിറ്റീവ് ആയിരിക്കും, സിഗ്മ എഫ് എക്സ് എന്തായിരിക്കും, ഈ ക്വാഡ്രന്റ് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ സിഗ്മ എഫ് വൈയും സിഗ്മ എഫ് എക്സും രണ്ടും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇവിടെ വരുമ്പോൾ സിഗ്മ എഫ് എക്സ് പോസിറ്റീവ് ആയിരിക്കും, സിഗ്മ എഫ് വൈ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യം. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഫോഴ്സ് നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ തെറ്റാണ്. മിക്കവാറും അത് ഈ ക്വാഡ്രന്റിലാണ് വരേണ്ടത്. കാരണം രണ്ടും നമുക്ക് നെഗറ്റീവ് ആണ് കിട്ടിയത്. ഇനിയിപ്പോ നമുക്ക് സാധാ മാത്സ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെ സ്ക്വയർ ഒന്ന് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് സ്ക്വയർ ചെയ്യും. അതുപോലെ നമ്മളെ സെക്കൻഡ് ഇക്വേഷനെ സ്ക്വയർ, നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അപ്പൊ എഫ് സ്ക്വയർ കോസ് സ്ക്വയർ എന്ന് വരും, ഇവിടെ എഫ് സ്ക്വയർ സൈൻ സ്ക്വയർ എന്ന് വരും. അപ്പൊ രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഒരു രണ്ട് ഇക്വേഷൻ എടുത്തിട്ട് ഇക്വേഷൻ 1 ഉം 2 സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് വരും, എഫ് സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എഫ് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു, ഇത് നെഗറ്റീവ് ആണ്, സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ ഒരു എഫക്റ്റ് ആണ്, തെറ്റിക്കണ്ട. ഞാനിവിടെ നെഗറ്റീവ് തന്നെ ഇട്ടേക്കാം, സ്ക്വയർ പ്ലസ് മൈനസ് സ്ക്വയർ എന്ന് വരും അല്ലേ. പിന്നെ നമുക്ക് ഇത് 1 ആയിട്ട് പോകും. അപ്പം കോമൺ എഫ് കോമൺ, എഫ് സ്ക്വയർ കോമൺ എടുക്കാം. സോ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും, എഫ് ഈക്വൽ ടു റൂട്ട് ഓഫ് 225. നെഗറ്റീവ് ഞാൻ കളയാണ്, കാരണം നെഗറ്റീവ് സ്ക്വയർ ഇപ്പം പോവല്ലോ അല്ലേ, പ്ലസ് സ്ക്വയർ. അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.2 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം. ഇനി നമുക്ക് എന്തുകൂടെ വേണം, തീറ്റയും കൂടെ വേണം. ഓക്കെ, നമുക്ക് ഇതായിരുന്നു നമ്മുടെ അസ്യൂം ഡയറക്ഷൻ. അത് തന്നെ നമുക്ക് ഇപ്പൊ അങ്ങ് എടുക്കാം. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എഫ് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എഫ് സൈൻ തീറ്റ ബൈ എഫ് കോസ് തീറ്റ ആയിരിക്കും അല്ലേ. സോറി, റിസൾട്ടന്റ് എടുത്താൽ മതി. സോറി,
അപ്പൊ ഇവിടെ റിസൾട്ടന്റ് എടുക്കാം. അല്ല ഇതെടുക്കാൻ സോറി ഇവിടെ നമുക്ക് കോസ് തീറ്റ ആണല്ലോ വേണ്ട. കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതേ ബൈ ഇതായിരിക്കുമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ ആകണ്ട. നമുക്ക് ഈ ഇക്വേഷൻസ് തന്നെ നമുക്ക് കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇക്വേഷൻ 2 divided by 1 എന്ന് ചെയ്ത് നോക്കാം. f sin theta by f cos theta അല്ല equal to minus 9 by 9 കിട്ടും. നമുക്കൊരു എഫ് പോവും. അത് കഴിയുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? നമുക്ക് tan theta equal to കിട്ടും. നമുക്ക് എന്ത് കിട്ടും? ലാസ്റ്റില് theta equal to tan inverse നെഗറ്റീവ് ആയിട്ട് നെഗറ്റീവ് പോവല്ലോ. ഓക്കെ, equal to നോക്കാം. equal to നിങ്ങൾക്ക് 61 ഡിഗ്രി ആൻസർ. 61 ഡിഗ്രി. ഇതൊന്ന് ചെക്ക് ചെയ്തേക്കണം. കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ബ്രീഫായിട്ട് നേരത്തെ ചെക്ക് ചെയ്ത് നോക്കി, ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടി തീറ്റ 61 ഡിഗ്രി എന്നും കിട്ടി. നമുക്ക് എഫിന്റെ വാല്യൂ കിട്ടി. അപ്പൊ ഇനിയിപ്പം നമ്മൾ ലാസ്റ്റില് ഈ ഡയറക്ഷൻ കൂടെ വരച്ചേക്കാം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതായിരുന്നു എഫിന്റെ എഫ് ഈക്വൽ ടു എത്ര വരും ആൻസർ? അവിടെ 467 വരും. എൻ്റെ എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും എഴുതി തീറ്റയും കൂടെ കാണിച്ചിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് തീറ്റ എന്തുകൊണ്ട് ഇവിടെ വരുന്ന തീറ്റ ഇത് നമ്മുടെ തേർഡ് ക്വാർട്ടറിലായുണ്ട്. ഓക്കെ, ഇത്രയല്ലേ പ്രോബ്ലം. നിങ്ങൾക്ക് ക്ലിയർ ആയിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് പറയാം. ഇതിൽ 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ആ ഫോഴ്സിന്റെ നമ്മള് മൂന്നാമതൊരു ഫോഴ്സും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യുന്നു അത് ഇങ്ങനെ ആയിരിക്കും ആക്ട് ചെയ്യുന്ന തീറ്റയാണ്. പിന്നെ നമ്മൾ സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് ഐയും കണ്ടുപിടിച്ചു. ഓരോന്നായിട്ട് ഞാൻ സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട്. അത് എക്സ് ഡയറക്ഷനിൽ ആഡ് ചെയ്തു, വൈ ഡയറക്ഷനിൽ ആഡ് ചെയ്തു. റിസൾട്ടന്റ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഫൈനലി ജസ്റ്റ് പിന്നെ മാത്തമാറ്റിക്കലി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ താങ്ക് യു.